ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തെത്തുന്നവർക്ക് എന്നും വിസ്മയ കാഴ്ച ഒരുക്കുന്ന ഒന്നാണ് മസ്ജിദുൻ നബവിയിലുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഈ കുടകൾ. താപനില വർദ്ധിക്കുമ്പോൾ താനെ വിരിയുകയും താപനില കുറയുമ്പോൾ താനെ ചുരുങ്ങുകയും ചെയ്യുന്ന ഈ അത്ഭുത പ്രതിഭാസം അവിടെ എത്തുന്നവർക്ക് വിസ്മയ കാഴ്ച തന്നെയാണ്. 2010 ഇതിൻ്റെ ആദ്യഘട്ട നിർമ്മാണം. പിന്നീട് 3 ഘട്ടങ്ങളിലായാണ് പൂർത്തീകരിച്ചത്. പള്ളിയുടെ പുറത്തുള്ള മുറ്റത്ത് 4 ഭാഗത്തും ഈ കുടകൾ പടർന്ന് പന്തലിക്കും. അടഞ്ഞിരിക്കുമ്പോൾ 21 മീറ്ററും പൂർണ്ണമായി തുറക്കുമ്പോൾ 25 മീറ്ററുമാണ് ഉയരം. ഹൈഡ്രോളിക് ആൻഡ് ഓട്ടോമാറ്റിക് കൺട്രോൾ സിസ്റ്റം വഴി 3 മുതൽ 5 മിനിറ്റിനുള്ളിൽ ഈ കുട പൂർണ്ണമായും വിരിയും. 1,43,000 ചതുരശ്ര മീറ്റർ ഏരിയയിൽ ഇതിൻ്റെ ഗുണം ലഭിക്കും. അതായത് ഏകദേശം 20 ഫുട്ബോൾ മൈതാനത്തിൻ്റെ വലിപ്പത്തിലേക്ക് എത്തും. കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ 800 പേർക്ക് ഒരു കുടയുടെ കീഴിൽ നിസ്കാരം നിർവഹിക്കാം. അതായത് മൊത്തം 2 ലക്ഷത്തിലേറെ വിശ്വാസികൾക്ക് ഈ കുടക്കീഴിൽ നമസ്കാരത്തിന് സ്ഥലം ലഭ്യമാക്കും. അന്തരീക്ഷത്തിൻ്റെ താപനിലക്കനുസരിച്ച് സിഗ്നൽ ലഭിക്കുമ്പോൾ ഹൈഡ്രോളിക് ദ്രാവകം സിലിണ്ടറുകളിൽ പമ്പ് ചെയ്യപ്പെടുന്നു. അത് മുഖ്യഭാഗത്തെ ഉയർത്തുകയും കുടയുടെ വശങ്ങളിലുള്ള ഭാഗങ്ങൾ ടെലിസ്കോപ്പിക് രീതിയിൽ നീളുകയും ഫാബ്രിക് വലിച്ചു തുറക്കപ്പെടുകയും ചെയ്യും. ഈ സംവിധാനം സെൻട്രൽ കൺട്രോൾ റൂമിൽ നിന്ന് സോഫ്റ്റ്വെയർ ബേസ്ഡ് സിസ്റ്റം വഴിയാണ് നിയന്ത്രിക്കപ്പെടുന്നത്. ജർമ്മനിയിലെ SL കമ്പനിയിലെ ഡിസൈനർമാരാണ് കുടയുടെ ഡിസൈനിങ് നിർമ്മിച്ചത്. അടഞ്ഞിരിക്കുന്ന സമയം ഈന്തപ്പന വൃക്ഷത്തിൻ്റെ തടി പോലെയും വിരിഞ്ഞു കഴിയുമ്പോൾ താമരപ്പൂവിൻ്റേതുപോലുള്ള രൂപവുമാണ് ഉള്ളത്. രാത്രി സമയത്ത് കുടകൾക്കുള്ളിൽ LED ലൈറ്റുകൾ പ്രകാശിക്കുന്നത് അതിമനോഹരമായ ഒരു കാഴ്ച തന്നെയാണ്. ഹബീബിൻ്റെ ചാരത്തെത്തി തിരിച്ചെത്തുന്നവരുടെ വിശേഷ വർത്തമാനങ്ങൾക്കിടയിൽ ഈ കുടവിസ്മയവും നിറഞ്ഞു നിൽക്കാറുണ്ട്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.